അപ്പോൾ ചിലർ കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ്. അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി. അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന്. ലോകത്തിനു മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുന്ന തുറമുഖ കവാടം തുറക്കുമ്പോഴും അതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലെ തർക്കം UDFിന്റെ പ്രതിഷേധം ഒഴിവാക്കാമായിരുന്നതല്ലേ? മൻമോഹൻ സിംഗ് സർക്കാരിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ചുകൂടി പരാമർശിച്ചു പോകാമായിരുന്നില്ലേ? എല്ലാവരും എത്തിയ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനൊരു കസേര ഉണ്ടാവാതെ പോയത് എന്താണ്? വികസനത്തിന്റെ വിസൽ മുഴക്കത്തിനിടയിലും അതിന്റെ പിതൃത്വം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ പദ്ധതിയുടെ വെളിച്ചം കെടുത്തുന്നതാണോ? വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായത് ആരുടെ ഇച്ഛാശക്തി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എസ് കെ സജീഷ്, അഡ്വക്കേറ്റ് BRM ഷഫീർ, ശ്രീ എസ് സുരേഷ് എന്നിവർ ചർച്ചയിൽ. അത് ഞാൻ ശ്രീ എസ് കെ സജീഷ്, വികസനം എന്നത് തുടർച്ചയാണ് എന്നതൊരു ക്ലാസിക്കൽ കൺസെപ്റ്റ് മാത്രമല്ല, അതാണല്ലോ യാഥാർത്ഥ്യം. അതായത് ഇന്നിപ്പോൾ മൂർത്തമായി സംസ്ഥാനത്തിൻ്റെ അഭിമാനമാകുന്നത്, അത് സാക്ഷാത്കരിക്കുന്നത് 2017 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദാനിയുമായി ഉണ്ടാക്കിയ കരാറാണെന്നതിൽ തർക്കമില്ല. അങ്ങനെ ഈ പദ്ധതിയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ, പദ്ധതിക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തിയ ഒരു നേതാവിൻ്റെ പേര് പൂർണ്ണമായി നിരാകരിക്കാമെന്ന തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നത് എന്തുകൊണ്ടാണ് സജീഷ്? അല്ല, അത്തരം വാചക പ്രയോഗങ്ങൾക്കൊന്നും അർത്ഥമില്ല. ആത്മസമർപ്പണം എന്നൊന്നും പറയാനില്ല. ഈ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പ്രസിഡൻ്റാണല്ലോ. ആ ഘട്ടത്തിലെ KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരൻ നടത്തിയ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, വളരെ തിടുക്കത്തിൽ ഈ കരാർ ഒപ്പിടുന്നു. AICCയുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് ചെയ്തത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മാത്രം ഞങ്ങളെല്ലാം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ചെയ്ത ഒരു പണിയാണ് അത്. ഈ തുറമുഖം എന്ന ലക്ഷ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ താങ്കൾ ഉദ്ദേശിച്ച കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് ശ്രീ VM സുധീരൻ്റെ തന്നെ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നുമല്ല കാര്യങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പദ്ധതിയാണ്. നായനാർ സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള പഠനവും എല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ സുത്യർഹമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് VS ഗവൺമെൻറ് കാലത്തും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. അന്ന് പൊതുമേഖലയിൽ ഇതിനെ നിലനിർത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലൊരു കൺസോർഷ്യം രൂപീകരിച്ച് 2500 കോടി സമാഹരിക്കാനും ബജറ്റ് വിഹിതം ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാമുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ആത്മസമർപ്പണം എന്ന വാക്ക് ഒരു അമിതമായ വാക്കാണ് നമ്മൾ കാണേണ്ടത്. ഈ ആത്മസമർപ്പണം, ഒരു നേതാവിന്റെ ആത്മസമർപ്പണം എന്ന് പറഞ്ഞ വാക്കുകളുടെ അതൊരു അതിരുകടന്ന വാക്കാണെന്ന് വരുന്നുണ്ടോ അങ്ങ്? ഹാഷ്മി പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥം കണ്ടുപിടിക്കലോ അതിനെ വിശകലനം ചെയ്യലോ ഒന്നും ഒരുപക്ഷെ ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്നേക്കാൾ കൂടുതൽ പരിജ്ഞാനമുള്ള ഇല്ല ഞാനല്ല അത് പറഞ്ഞത് ഞാനല്ല സാർ. ഞാനല്ല പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ലെന്നേ. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ AN ഷംസീറാണ്, അങ്ങയുടെ നേതാവാണ് ശ്രീ SK സജീഷ്.
അതിന് കിടന്നതാണോ ആ വാക്ക്? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇത്തരം വാക്കുകളിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വസ്തുതകളിലൂടെ കടന്നു പോകലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആര് പറയുന്ന വാക്കുകളായാലും വാക്കുകൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ വാക്കുകൾ പറയുകയാണെങ്കിൽ ഇത് ഡമ്മിയല്ല ഒറിജിനലാണ് എന്ന് ബഹുമാനപ്പെട്ട ദിവ്യ എസ് അയ്യർ IAS UDF പക്ഷത്തുള്ള ഒരു സുഹൃത്തിൻ്റെ പത്നി കൂടിയാണല്ലോ. അവർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വാക്കാണല്ലോ. ഇവിടെ പല ഡമ്മി പ്രയോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല 8 കൊല്ലം കൊണ്ട് കേരളത്തിൽ അസാധ്യമെന്ന് കരുതുന്നതൊക്കെ സാധ്യമാകുന്ന ഒരു കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വൻകിട പദ്ധതികൾ കടലാസിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് കേരളം മനസ്സിലാക്കുന്നു തുടങ്ങിയ നല്ല വാചകങ്ങളെല്ലാം ഈ ചടങ്ങിലുണ്ടായിട്ടുണ്ട്. ശരിയാണ്. ഞാൻ പറഞ്ഞത് ശക്തിയാണ് എന്നെല്ലാം തെളിയിക്കാനുള്ളതാണ്. അല്ല, അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ആത്മസമർപ്പണം എന്ന വാക്ക് എന്റെ വാക്കല്ല, അങ്ങയുടെ നേതാവിന്റെ തന്നെ വാക്കാണ് ഞാൻ പറയുകയാണ്. അനാവശ്യമായ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ശരി, നമുക്ക് വിട്ടേക്കാം. ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം എന്ന വാക്ക് എന്റെ ഉദ്ദേശമല്ല. വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ചർച്ചയ്ക്ക് വന്നതേ അല്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം, നിസ്തുലമായ സേവനങ്ങൾ എന്ന് പറഞ്ഞ് ഞാനല്ലെന്നേ, ആരെങ്കിലും അല്ല. നമ്മുടെ സ്പീക്കർ AN ഷംസീർ പറഞ്ഞതാണ്. നമ്മുടെ സ്പീക്കർ AN ഷംസീർ. പോട്ടെ ഞാൻ ആരെങ്കിലും പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ ആഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതെന്തൊരു ചർച്ചയാണിത്, പറഞ്ഞോട്ടെ. താങ്കൾ എനിക്ക് ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഞാൻ എന്താണോ എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായി പറയാനുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞു വെച്ച് പോകാമല്ലോ. പറഞ്ഞു വെച്ച് പോകുന്നതാണ് അതിൻ്റെ ഒരു എന്താണ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം. അതാണ് ഒരു ചർച്ചയ്ക്ക്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് എന്താണ് ഏതെങ്കിലും വാക്കിൻ്റെയോ മറ്റർത്ഥതലങ്ങളിലേക്കോ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. അല്ല, ഞാൻ പറയട്ടെ. ആഷ്മി എന്തെങ്കിലുമൊക്കെ ഒരു റൗണ്ട് എനിക്കും അനുവദിക്കുകയാണല്ലോ. അപ്പോൾ തുടർന്ന് വരുമ്പോൾ ഇല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് എനിക്ക് ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി പ്രതിനിധിയോട് ആത്മസമർപ്പണവും നിസ്തുലമായ സേവനം നമ്മുടെ സ്പീക്കർ AN ഷംസീറിന് ബോധ്യമുള്ള കാര്യം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് പോലും പറയാൻ തോന്നാതിരുന്നത്? അത് ബോധപൂർവമായ തീരുമാനമാണോ എന്നതിന് മറുപടി താങ്കൾ നേരിട്ട് പറഞ്ഞോളൂ, ശ്രീ SK സജീഷ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം അങ്ങനെ പരാമർശിക്കുകയാണെങ്കിൽ പരാമർശിക്കേണ്ട നിരവധി മുഖ്യമന്ത്രിമാരുണ്ട്. കരുണാകരൻ്റെ പേരോ EK നായരുടെ പേരോ അല്ലെങ്കിൽ AK ആൻ്റണിയുടെ പേരോ VSൻ്റെ പേരോ ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എന്തെങ്കിലും പരാമർശിക്കേണ്ട ഒരു കാര്യം ഈ കാര്യത്തിലുമില്ല. ഇതിലും കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയ 2015 അവസാനം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ആ ഘട്ടത്തിലുള്ള ഒരു 6 മാസത്തെ പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് ഇതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തിയ VS ഉൾപ്പെടെയുണ്ട്. അതെന്താണ്, നമ്മൾ ബാങ്ക് കൺസോർഷ്യം ഉണ്ടാക്കി ബജറ്റിൽ ഓരോ മുഖ്യമന്ത്രിമാരുടെ സംഭാവനകളിൽ പോകുന്നു, റോഡ് നിർമ്മാണം നടക്കുന്നു, വൈദ്യുതി എത്തിക്കുന്നു, വെള്ളം എത്തിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത VS ഗവൺമെന്റിനെ മറക്കാൻ വേണ്ടി പറ്റൂ? മറക്കാനൊന്നും കഴിയില്ല. ഇവിടെ എന്താണ് നിശ്ചയദാർഢ്യത്തോടുകൂടി കാര്യങ്ങൾ ബൃഹത് പദ്ധതിയിൽ ആരുടെയും പങ്കിനെ നിരാകരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ താങ്കൾ സംസാരിക്കുക, അല്ല ആഷ്മി, ഒന്നുകിൽ താങ്കൾ സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുക. ഒരു നിശ്ചിത സമയമെങ്കിലും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കൂ. ഈ എല്ലാ ചർച്ചയിലും എന്താണ് തുടക്കത്തിൽ CPIMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിക്കും, എന്നിട്ട് ഒരു അവസരം നൽകിയെന്നാവും. കാരണം ഒരു ഡിബേറ്റായി മാറുമ്പോൾ ആ ഡിബേറ്റ് രൂപപ്പെട്ട് വരുമ്പോഴാണ് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി കഴിയുക. നിങ്ങൾക്ക് അവസരം തന്നു എന്ന് പറയാൻ രീതി ഇതാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരുടെ അടുത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. ഈ സമയം ഒരു നിശ്ചിത സമയം മാറ്റി വെച്ചിട്ട് എനിക്കിതിൽ 1-2 കാര്യങ്ങളെ പറയാനുള്ളൂ. ആ പറയാനുള്ള കാര്യം പറഞ്ഞാൽ എൻ്റെ പണി പൂർത്തിയായി. അതിലപ്പുറത്തേക്കൊന്നും ഇന്നത്തെ ചടങ്ങ് ഉൾപ്പെടെ കാണുന്നവർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ആഷ്മി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കല്ലേ. അങ്ങനെയുണ്ടല്ലോ, ആഷ്മി സംസാരിക്കുന്ന സമയത്ത് ഞാനും കൂടി പറഞ്ഞു ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? ആഷ്മി ഇൻട്രോ പറയുന്ന സമയത്ത് എനിക്കും പറഞ്ഞുകൂടെ എൻ്റെ വാചകങ്ങൾ?
ഹാഷ്മി മറ്റവരോട് സംസാരിക്കുമ്പോൾ അല്ല സതീഷ് പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. കഴിയായിരിക്കും. പക്ഷേ അല്ല ഉമ്മൻചാണ്ടിയുടെ പേര് എന്തുകൊണ്ട് പരാമർശിച്ചില്ല എന്ന ചോദ്യത്തിന് എസ് കെ സജീഷ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പേര് പറയണമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല. അത് നല്ലൊരു ന്യായമാണ്. അപ്പൊ ഞാൻ അതിന്റെ മറുപടിക്ക് പോവാണ് അടുത്ത ആളിലേക്ക്. ഇല്ലെന്നേ, ഞാൻ അതിന്റെ മറുപടിക്ക് അടുത്ത ആൾ അങ്ങനെയാണല്ലോ ചർച്ച ഡെവലപ്പ് ചെയ്ത് വരിക. സജീഷ് ചർച്ച ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ചർച്ചയിൽ? ഡെവലപ്മെന്റ് എന്താ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണല്ലോ സാധാരണ രീതി. ഞാൻ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങ് തുടക്കത്തിൽ എന്തിനാണ് തുടക്കത്തിൽ ഇറിറ്റേഷൻ കാണിക്കുന്നത്? എനിക്ക് പരിഭവമില്ല. ഇറിറ്റേഷൻ കാണിക്കുന്നത് ഞാൻ ആകെ ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ ആകെ ചോദിച്ച ചോദ്യം ഉമ്മൻചാണ്ടിയുടെ പേര് എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ല? താങ്കൾ അതിന് മതിയായ സമയം എടുത്ത് മറുപടി പറഞ്ഞു. പിന്നെയും താങ്കൾ ഇങ്ങനെ പരിഭവിച്ചുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ബാക്കി രണ്ടുപേരുണ്ടല്ലോ, പോയിട്ട് വരാം. ഞാൻ അങ്ങനെയൊക്കെ എത്തുമല്ലോ മറുപടിക്ക്. അങ്ങാണല്ലോ അതിന്റെ മറുപടി പറഞ്ഞ റിസീവിങ്ങിനുള്ള ആൾ. എനിക്ക് സമയം വേണ്ടെന്നേ. ഞാൻ ഈ ഇടവേളയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് കരുതി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉത്തരം താങ്കൾക്ക് മതിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ, എനിക്ക് വേണ്ട രീതിയിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഉൾപ്പെടെ, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ പറയാൻ ഇപ്പോൾ അവസരം കിട്ടിയിട്ടില്ല. എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അടുത്ത റൗണ്ടിൽ ഞാൻ പറയും. അതിന് കൃത്യമായി സമയം ശ്രീ ബി ആർ എം ഷഫീറിലേക്ക് വരും മുൻപ് ഇന്ന് വി ഡി സതീശൻ വൈകിട്ട് വികസനത്തിന്റെ കപ്പിത്താൻ ഉമ്മൻചാണ്ടി എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി UDF. അതിൽ ശ്രീ വി ഡി സതീശൻ പറയുന്നു കേൾക്കാം. കടൽ കൊള്ളയാണ് എന്ന് CPM മുഖപത്രം എഴുതിയെങ്കിൽ ഇന്നലത്തെ CPM മുഖപത്രത്തിന്റെ തലക്കെട്ട് സ്വപ്നതീരം നങ്കൂരമണിയുന്നു എന്ന വാർത്തയാണ്. ഓന്തിനെ പോലെ വേഷം മാറിയാണ്. ഞാൻ പത്രത്തെ കുറിച്ചല്ല പറയുന്നത്. ആ പത്രത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നിറമാണ് 2015 ഈ ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് കടൽ കൊള്ളയാണെന്നും 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നും ഒരു വാർത്ത കൂടിയുണ്ട് അതിനകത്ത്. ഇത് മത്സ്യ ബന്ധനത്തെ തടയുന്ന പദ്ധതിയാണെന്നൊരു വാർത്ത കൂടിയുണ്ട്. എന്തിനാണ്? മത്സ്യബന്ധനം നടത്തുന്ന ആ സമൂഹത്തെ ഈ പദ്ധതിക്കെതിരാക്കി അവരെ തിരിച്ചുവിടുന്നതിന് വേണ്ടി നിങ്ങൾ എടുത്ത് നോക്കിക്കോ. കടൽ കൊള്ള എന്ന് പറയുന്ന ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന പത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡിങ് മത്സ്യബന്ധനം ഇല്ലാതാകുന്ന. ശരി, ശ്രീ ബി ആർ എം ഷഫീർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വേദിയിൽ ഉണ്ടാവണമായിരുന്നു എന്നൊരു ജനാധിപത്യ വിശ്വാസി എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നു. ഉണ്ടായില്ല, തെറ്റാണ്. അവിടെ സ്ഥലം MLA എം വിൻസെന്റ് ഉണ്ട്. എം വിൻസെന്റ് ആ വേദിയിൽ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായി എന്ന് പറഞ്ഞാൽ ആ ചടങ്ങിന്റെ പ്രൗഢി ഒട്ടുമേ ചോരാതെ ചുരുങ്ങിയ വാക്കുകൾ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ അതൃപ്തിയും വിയോജിപ്പും അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് ഈ നടത്തുന്ന പരിപാടി അത് രാഷ്ട്രീയ പരിപാടിയല്ലേ ശ്രീ ബി ആർ എം ഷഫീർ? ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഒരു പിതാവുണ്ടെങ്കിൽ നാളുകളിൽ ചരിത്രം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു പിതാവിൻ്റെ പേര് സ്മരിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. ഉമ്മൻചാണ്ടി എന്ന് മാത്രമാണ്. വികസനം ഒരു തുടർച്ചയാണ്. ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ആഴമളക്കാൻ ആളിനെ വിട്ടത് മുതൽ ബഹുമാനായ ശ്രീമാൻ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വച്ചത് മുതൽ അതിനുശേഷം സഖാവ് EK നയനാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ അത് പഠിക്കാൻ സമിതിയെ വെച്ചത് മുതൽ സഖാവ് VSൻ്റെ കാലഘട്ടത്തിൽ 2 കമ്പനികളിലൂടെ ടെൻഡർ ചെയ്യാൻ ശ്രമിച്ചത് മുതൽ ശ്രീമാൻ AK ആൻ്റണിയുടെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം വരെ എത്തി നിൽക്കുന്നവരെ വിവിധ മുഖ്യമന്ത്രിമാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ബഹുമാനായ സഖാവ് പിണറായി വിജയന് ചിലപ്പോൾ തോന്നും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ അത് വല്ലാത്ത ഗാംഭീര്യമാണ്, അതെല്ലാവരും കൂടി അങ്ങ് ഉൾക്കൊണ്ട് കളയും എന്നാണ് ബഹുമാനായ പിണറായി വിജയൻ താങ്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ കേരളത്തിലെ ജനങ്ങൾ അക്ഷരം തെറ്റാതെ അല്പത്തരം ചെയ്യുന്നയാൾ എന്നല്ലാതെ മറ്റൊന്നും പറയില്ല. നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ. പിന്നെ എതിർ ശബ്ദമുണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്ര BJP ഗവൺമെൻറ്റിലെ മന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നൊരു വേദിയിൽ, അത് തെറ്റൊന്നുമല്ല കേട്ടോ, ആ വകുപ്പ് മന്ത്രി വരേണ്ടതാണ്. ആ വേദിയിൽ കേരളത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിലേ കൊണ്ടുവരണ്ട എന്നാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും അല്പത്വം എന്നല്ലാതെ മറ്റൊന്നല്ല പിണറായി വിജയ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. പിണറായി വിജയ, നിങ്ങളുടെ ഈ അഹങ്കാരവും നിങ്ങളുടെ ഈ ധിക്കാരവും നിങ്ങളുടെ ഈ വിവേചനവും നിങ്ങളുടെ ഈ താഴ്ത്തിക്കെട്ടലുകളും
എല്ലാം കേരള ജനത കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ അമ്പയെ പരാജയപ്പെട്ട് പടുകുടിയിൽ വീട് കിടക്കുന്നത്. ഇതിനേക്കാൾ ദയനീയമായിരിക്കും വരാൻ പോകുന്ന ഭാവി കാലങ്ങൾ. ഞാൻ ഇനി പോയിന്റിലേക്ക് വരാം. ഇന്ന് ബഹുമാനായ ശ്രീ AM ഷംസീർ, കേരളത്തിലെ നിയമസഭാ സ്പീക്കർ, എനിക്ക് കേരളത്തിലെ ജനതയോട് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയനെ പോലെ ഒരു ഘടാഘടിരായ മുഖ്യമന്ത്രിയുടെ മുമ്പ് ഇരുത്തി തുലോം അദ്ദേഹത്തിനേക്കാൾ ജൂനിയറും എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇല്ലാത്ത ആളുമായ ബഹുമാന്യ സ്പീക്കർ ഷംസീർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം മതി ഇതിൻ്റെ ആത്മാവ് പരിശോധനയിലേക്ക് പോകാൻ. ഉമ്മൻചാണ്ടിയുടെ സമർപ്പണവും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ആത്മസമർപ്പണം ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർണ്ണമാകുകയില്ല എന്ന ഒറ്റ വാക്കിലൂടെ സ്പീക്കർ AM ഷംസീർ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുകയാണ്. അഥവാ പിണറായി വിജയൻ എന്ന് പറയുന്ന അല്പം തരം കാണിച്ച മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് റദ്ദ് ചെയ്തിരിക്കുകയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് ഉമ്മൻചാണ്ടി സഖാവ് VS പോലെയാണോ? ബഹുമാന്യ ശ്രീമാൻ AK ആന്റണിയെ പോലെയാണോ? സഖാവ് നയനാരെ പോലെയാണോ? അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിൽ വെറുതെ ഒന്ന് പരാമർശിക്കപ്പെടേണ്ട ആളാണോ ഹഷ്മി? ബഹുമാന്യ ശ്രീ SK സജീഷ് അങ്ങനെയാണോ? അല്ലല്ലോ, ഇല്ല. എന്താണ് കാര്യം പറഞ്ഞു തരാം. 2013 വരെ ഇഴഞ്ഞു നടന്നു. പല കമ്പനികൾ വന്നു, ബിഡ് സമർപ്പിക്കാൻ വന്നു, കേസിൻ്റെ നൂലാമലകളിൽപ്പെട്ടു. ചൈനീസ് കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ വകുപ്പ് ഉടക്കി നിന്നു. അങ്ങനെ പലതുണ്ടായി. പക്ഷേ ഉമ്മൻചാണ്ടി ചെയ്തെന്നാണെന്നറിയുമോ? 2013 ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള ടെൻഡർ രണ്ടാമത് വീണ്ടും വിളിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 2013 തന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അഥവാ VGP എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഫണ്ടാണ്. ആ ഫണ്ട് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഒരേ ഒരു തുറമുഖത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായി അന്നത്തെ കേന്ദ്ര സർക്കാരിൽ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിനെ സ്വാധീനിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് വയബിലിറ്റി ഫണ്ട്. അതിനുശേഷമോ 2013 ജനുവരി മാസം 3-ാം തീയതി കേന്ദ്ര സർക്കാരിനെ ഉപയോഗപ്പെടുത്തി, അത് ജയറാം രമേശൊക്കെ സഹായിച്ചിട്ടുണ്ട്, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 2013 തന്നെ ആസൂത്രണ കമ്മീഷന്റെ സാമ്പത്തികകാര്യ സമിതിയെ കൊണ്ട് അംഗീകാരം നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിനുശേഷം കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കൊണ്ട് ധനകാര്യ കമ്മിറ്റിയുടെ സപ്പോർട്ട് വാങ്ങിയ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. തീർന്നില്ല. അതിനൊക്കെ എല്ലാത്തിനും ശേഷം നിങ്ങൾക്കറിയാം, പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമഗ്ര ചർച്ചകൾ തുടങ്ങി വെച്ചപ്പോൾ പാരിസ്ഥിതിക റിപ്പോർട്ടിനെതിരായി കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പാരിസ്ഥിതിക അനുമതി നിലനിർത്തിയ മുഖ്യമന്ത്രിയുടെ പേരും ഉമ്മൻചാണ്ടി എന്നാണ്. തീർന്നില്ല. 250 ഏക്കർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു. 250 ഏക്കർ സ്ഥലത്ത് 10,000-കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിഴിഞ്ഞ പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് നിന്നും 250 ഏക്കർ സ്ഥലം ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു സമരം വരാതെ ജനങ്ങളെ കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പങ്ക് താങ്കൾ പറഞ്ഞു. നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോയി ഞാൻ അവസാനിപ്പിക്കാന്നേ. ഇല്ലല്ല, ഞാൻ ഈ ഘട്ടം കഴിഞ്ഞോട്ടെ, ധൃതി പിടിക്കല്ലേ. ലത്തീൻ സഭയെ ഞാൻ ആ കാര്യത്തിൽ നന്ദി അറിയിക്കുകയാണ്. ലത്തീൻ സഭയുടെ കൂടി വിശ്വാസത്തോടു കൂടി 250 ഏക്കർ സ്ഥലം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് കണ്ടുകെട്ടി നഷ്ടപരിഹാരം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. 750 കോടിയിൽ പരം രൂപയുടെ മത്സ്യത്തൊഴിലാളികളുടെ പാക്കേജ് നടപ്പിലാക്കാൻ ഫണ്ട് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുക മാത്രമല്ല അനുവദിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. എന്നിട്ടോ ആരും കരാറെടുക്കാൻ വരാതെ വന്നപ്പോൾ, ആരും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ നിങ്ങൾ ആലോചിക്കണം, UPA ഗവൺമെന്റിലെ പ്രമുഖരായ പാർട്ടി നേതാക്കന്മാർ വിയോജിച്ചിട്ട് പോലും അദാനിയെ നേരിട്ട് കണ്ട് ഈ ബിഡിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അദാനിയെ ബിഡിൽ കൊണ്ടുവന്ന നേതാവിന്റെ പേര് ഉമ്മൻചാണ്ടി. എന്നിട്ടോ ആ ബിഡ് തുറന്നു വെച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം, കൺസിലിയേഷൻ നടത്തി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനനുസൃതമായി ഈ കരാറിനെ രൂപപ്പെടുത്തിയ നേതാവ് മുഖ്യമന്ത്രി ആ കരാർ ഉമ്മൻചാണ്ടിയെ മാത്രമാണ് ഈ പദ്ധതി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ രണ്ട് പിണറായി സർക്കാരുകളുണ്ടെന്നേ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടി ഇട്ട തറക്കല്ലിൽ നിന്നും
ഉമ്മൻചാണ്ടി രൂപപ്പെടുത്തിയ കരാറിൽ നിന്നും അദ്ദേഹത്തിന്റെ ടെനോറിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയാത്ത വണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ച് ഉറപ്പുവരുത്തിയ ഈ പദ്ധതിയുടെ സുരേഷ് താങ്കൾ ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത ആളാണെന്നാണ് എന്റെ അറിവ്, അല്ലേ? ശരി 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 സി എസ് സുരേഷ്, ഇവിടെ ഉമ്മൻചാണ്ടി അതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ട്. ഇനി പോട്ടെ, പണ്ട ലായി രാജവംശം, കാന്തള്ളൂര്, ശ്രീമൂലം ഒക്കെ പോട്ടെ. ഇപ്പം നായനാർ മുതലാണ് ഇന്ന് പറഞ്ഞത്. ഇപ്പോൾ എസ് കെ സജീഷ് അടക്കം ഇന്ന് ആ വേദിയിൽ പറഞ്ഞവരൊക്കെ നായനാർക്ക് മുമ്പ് 96 കെ കരുണാകരനുണ്ട്, എം വി രാഘവന്റെ ശ്രമങ്ങളുണ്ട്. 95 ഒക്ടോബറിൽ കുമാർ ഗ്രൂപ്പുമായി ധാരണയുണ്ട്. BOT വ്യവസ്ഥയിൽ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ എം വി രാഘവന്റെ തീവ്ര ശ്രമങ്ങളുണ്ട്. ആത്മഹത്യയിൽ പറയുന്നുണ്ട്. പിന്നെ നായനാർ 96, 2001 പിന്നെ എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ ഇതൊരു തുടർച്ചയല്ലേ ശ്രീ സുരേഷ്? ആ തുടർച്ച അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ എക്കാലത്തെയും വലിയ അഭിമാന സ്തംഭത്തിന്റെ വളർച്ചയിൽ അതിന്റെ വളർച്ചാ വഴികളെ നിരാകരിക്കാൻ ഒരു നീക്കം നടന്നു എന്ന് താങ്കൾക്ക് ആ സന്ദർഭത്തിൽ തോന്നിയോ ശ്രീ സുരേഷ്? ശ്രീ ഹാഷ്മി, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എനിക്ക് അതിനു വേണ്ടിയുള്ള സമയം തരുമെന്ന്, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ സമയം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം, ഇന്ന് കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിലെ യുവതലമുറയ്ക്ക് ഭാവിയെ സംബന്ധിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന, കേരളത്തിലും തിരുവനന്തപുരത്തിനും കേരളത്തിനും ഇന്ത്യക്കും ആകമാനം സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന അമൃതകാൾ മെരിടൈം വിഷൻ 2047 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികമാകുമ്പോൾ ഒരു വികസിത രാജ്യമായിട്ട് ഡെവലപ്ഡ് ഇന്ത്യയായിട്ട് മാറണമെന്നുള്ള വലിയ സ്വപ്നത്തിലേക്കുള്ളൊരു കുതിപ്പ്, മെറിടൈം എക്കോണമിയിൽ നിന്ന് 80 ലക്ഷം കോടി രൂപയുടെ വരുമാനമുണ്ടാക്കണമെന്നുള്ള വലിയ ലക്ഷ്യം, ഈ ലക്ഷ്യവുമായിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആദ്യത്തെ ഒരു കപ്പൽ വന്നിറങ്ങിയപ്പോൾ ഈ കേരളം ചർച്ച ചെയ്യുന്ന വിഷയമോർത്ത് ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയും ലജ്ജിച്ച് തലതല്ലിച്ചാകാൻ ശ്രമിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ DNA പരിശോധിക്കുക. ഞാനൊരു വക്കീല, ചില കുടുംബ കോടതി കേസുകളുണ്ട്. കുട്ടിയുടെ പിതൃത്വം തേടി കോടതിയിൽ പോകുന്ന സമയത്ത് ഓരോരുത്തരുടെ പേര് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് DNA പരിശോധന. ഇവിടെ ശ്രീ BRM ഷഫീറും സജീവും ഇവിടെ പിണറായി വിജയനും VD സതീശനും ചേർന്ന് വിഴിഞ്ഞത്തിൻ്റെ പിതാവാര് എന്നതിനെ സംബന്ധിച്ച് DNA പരിശോധന നടത്തുകയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവിനെ അന്വേഷിക്കേണ്ട ദിവസമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ പഴയ ആയി രാജവംശത്തിലേക്ക് പോകേണ്ടി വരും. 18ാം നൂറ്റാണ്ടിൽ ഈ ഭാഗം വാണിരുന്ന ആയി രാജവംശത്തിൻ്റെ ആസ്ഥാനം ഈ വിഴിഞ്ഞമായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ആ സമയത്ത് വിഴിഞ്ഞം വലിയൊരു തുറമുഖമായിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിതാവിനെ, ഇപ്പോൾ ചരിത്രത്തിൽ ലഭ്യമായിട്ടുള്ള പിതാവ് ആയി രാജാവ്, അതിനുശേഷം സർ CP ഇവിടെ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യതയുണ്ട് എന്ന് വിളിച്ചു പറയുകയും അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനം നടന്ന സർ CP അദ്ദേഹത്തെ നിങ്ങൾ കൊച്ചച്ഛനായിട്ട് പറഞ്ഞോ? അതിനുശേഷമേ നിങ്ങൾക്കൊക്കെ അവകാശപ്പെടാൻ സാധിക്കും. എന്തോ ഒരു നാണം കെട്ട ചർച്ചയാ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നടത്തുന്നത്. നിങ്ങളൊക്കെ ഓർത്ത് ഈ കേരളം ലജ്ജിക്കുക, തല താഴ്ത്തുകയാണ്. ശ്രീ ഹാഷ്മി, ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് തെറ്റായിരിക്കാം, അതുപോലെ തന്നെ തെറ്റാണ് ഈ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, മലയാളം സംസാരിക്കുന്ന 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെയും കൂടെ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ അതിൻ്റെ ഉദ്ഘാടനമല്ല നടന്നത് എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് ചെയ്യാൻ എന്തായാലും പിണറായി വിജയന് ഭാഗ്യം ലഭിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ വിളിച്ചില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ വിളിച്ചില്ല? എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ വിളിച്ചില്ല? 2014 മുതൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 2 വ്യക്തികളാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കേന്ദ്ര പ്രതിനിധിയായിട്ടല്ലേ സാക്ഷാൽ സർബാനന്ദ് സോനോവാൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ലല്ലോ, ഒരു ഡസൻ ഈ വിഴിഞ്ഞത്തിനെതിരെ തെരുവിൽ സമരം ചെയ്ത 1 ഡസൻ മന്ത്രി വേഷധാരികളായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുപോട്ടെ, ഈ 2 മന്ത്രിമാർ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ വിഴിഞ്ഞത്തിനു വേണ്ടി 2013-14 കാലഘട്ടം മുതൽ സമരം ചെയ്യുകയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയെയും നിതിൻ ഗഡ്കരിയെയും, അന്നത്തെ പോർട്ട് മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയും ഉൾപ്പെടെ കണ്ട ആൾക്കാരാണ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന ജോർജ് കുര്യനും സുരേഷ് ഗോപിയും.
അന്ന് BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും ആ പ്രതിനിധി സംഘത്തിനോട് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഇവിടെ പിതൃത്വത്തെ തേടിയല്ല പോകേണ്ടത്. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. സർ CP സ്വപ്നം കണ്ട വിഴിഞ്ഞം തുറമുഖം 65 വർഷക്കാലമായിട്ട് കടലിൽ പൂഴ്ത്തിയിട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്നിവിടെ ഇരുന്ന് മേന്മ പറയുമ്പോൾ നമ്മളാണ് ഇതിൻ്റെ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് VGF കിട്ടിയില്ല? ഇവിടെ ഷഫീർ പറയുന്നത് കേട്ടു ഉമ്മൻചാണ്ടിയാണ് VGF കൊടുത്തത്, മൻമോഹൻ സിംഗിനാണ് കൊടുത്തത്. എന്തോ ഒരു വിഡ്ഢിത്തമാണ് ഷഫീറെ പറയുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ടെൻഡർ നടപടികൾ 4 എണ്ണം പൊളിഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പേരിന് വേണ്ടി നടത്തിയ ടെൻഡർ നടപടികൾ ഓരോന്ന് പൊളിഞ്ഞു. അവസാനം ടെൻഡർ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. ആ സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 5.5 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് VGF അനുവദിക്കാമെന്ന് നരേന്ദ്രമോദി സർക്കാരാണ് ഓഫർ ചെയ്തത്. അതിനെ തുടർന്നാണ് രണ്ടാമത് ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. എന്നിട്ട് പോലും ടെൻഡറിൽ വന്നത് ബിഡിൽ വന്നത് ഒരൊറ്റ കമ്പനിയാണ്, അത് അദാനിയാണ്. ഒരു കമ്പനി മാത്രം വന്നാൽ ആ ടെൻഡർ അസാധുവാക്കണമെന്നാണ് നിലവിലുണ്ടായിരുന്ന നിയമം, കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ച നിയമം. ആ നിയമത്തെ മാറ്റിയിട്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായേ പറ്റൂ, അത് ഈ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് കണ്ട് കോൺഗ്രസ്സുകാർ മാറ്റിവെക്കാൻ മടിച്ച ആ നിയമം മാറ്റിവെച്ച് ഒരാളാണ് ബിഡിൽ ഏർപ്പെട്ടതെങ്കിലും അദ്ദേഹത്തിന് നൽകണമെന്നും അതിലെന്തെങ്കിലും നഷ്ടം വന്നാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വഴി 817 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്ന് ഇച്ഛാശക്തി കാണിച്ച ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ട്. അദ്ദേഹം തന്നെയാണ് 3ാം വട്ടവും ഈ ഇന്ത്യ ഭരിക്കുന്നത്, നരേന്ദ്രമോദി. നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം 2015 ഡിസംബർ 5-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടില്ലായിരുന്നു എന്ന് രണ്ടുപേരെയും വളരെ വിനീതമായിട്ട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പിതാവിനെ തേടി നിങ്ങൾ അലയണ്ട, അതല്ല നിങ്ങളുടെ പണി. ഇതിനെ അട്ടിമറിച്ച ഒരൊറ്റ പോയിന്റോട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങി ഇന്ന് വരെ ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് ഒരു ശബ്ദവും ഉന്നയിക്കാതെ, ഒരു സമരവും വിഴിഞ്ഞത്തിനെതിരായിട്ട് നടത്താത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ ഈ കേരളത്തിലുള്ളൂ, അത് BJP മാത്രമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസ് ഇരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി കരിങ്കാലി പണി ചെയ്ത് വിഴിഞ്ഞത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം കോൺഗ്രസ്സുകാർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശത്ത് അത് തടഞ്ഞുകൊണ്ട് സമരം ചെയ്തവരെ സംരക്ഷിക്കാൻ ഈ വിഴിഞ്ഞം ഇരിക്കുന്ന കോവളം മണ്ഡലത്തിലെ MLA തന്നെ അത് തടഞ്ഞുകൊണ്ടുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ ഇവിടെ കടൽക്കൊള്ള എന്ന് പറയുന്ന ദേശാമാനയുടെ അന്നത്തെ മത്സ്യബന്ധനത്തിന് മരണമണി എന്നൊക്കെ പറഞ്ഞ് അന്ന് 2015 കരാർ ഒപ്പിടുമ്പോഴുള്ള പത്രത്തിൽ വലിയ വിമർശനം ഉയരുന്നതിന് ഒരു പരോക്ഷ മറുപടി എന്തുകൊണ്ടെന്ന് എതിർത്തു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിഴിഞ്ഞത്ത് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. കടുത്ത നിഷ്കർഷ അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ശരി, CSK സതീഷ് 6000 കോടിയുടെ അഴിമതി എന്ന അദ്ദേഹത്തിന്റെ തന്നെ വിമർശനത്തിനൊക്കെ ഒരു പരോക്ഷ മറുപടിയാണത്. എന്തായാലും ആ ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട അതേ കരാർ വള്ളി വ്യത്യാസമില്ലാതെയാണല്ലോ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ അഴിമതിയുടെ പഴുതടയ്ക്കാൻ ആ കരാറിൽ എന്ത് മാറ്റം വരുത്തി എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് CSK സതീഷ്? അല്ല, ആ കരാറിനകത്ത് മാറ്റം വരുത്തി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മാത്രവുമല്ല 2015 അന്ന് മുഖ്യമന്ത്രിയല്ല, സഖാവ് പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. 2015 കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച്
വളരെ കൃത്യമായി പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ഒരു കരാർ വന്നിരിക്കുന്നു. ആ കരാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും മുന്നോട്ട് കൊണ്ടുപോകും. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയൊരു കരാർ ലംഘനത്തിലേക്ക് അല്ലെങ്കിൽ കരാർ റദ്ദ് ചെയ്യുന്നതിലേക്ക് പോയാൽ പിന്നീട് എന്തുണ്ടാവും? പിന്നീട് അതിൻ്റെ ഭാഗമായി കേസും മറ്റ് കാര്യങ്ങളുമായി ദീർഘനാൾ നീണ്ടുപോയതുപോലെ തന്നെ ഇനിയും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ പ്രധാനമായും ഇപ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ഇതിനെതിരായി സമരം ചെയ്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ വിഴിഞ്ഞം തുറമുഖം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. 2012 10-ാം മാസം അന്താരാഷ്ട്ര തുറമുഖ ലോബിക്കും കൂട്ടുനിൽക്കുന്ന UDF ഗവൺമെൻറ്റിനെതിരായി, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരായി വലിയ കൺവെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. 2013 4-ാം മാസം വീണ്ടും കൺവെൻഷൻ നടത്തി. കോടിയേരിയും അതുപോലെ തന്നെ തോമസ് ഐസക്കും എല്ലാമാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് വികസന പദ്ധതിക്ക് വേണ്ടി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചു. വിഴിഞ്ഞം വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല, വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ. അതിൽ ആദ്യത്തെ കണ്ണിയായി സഖാവ് പിണറായി വിജയനും അവസാനത്തെ കണ്ണിയായി പന്നിൻ രവീന്ദ്രനും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ തരത്തിൽ വിവിധ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെന്ന് മാത്രമല്ല, പാളയത്ത് CPIMൻ്റെ നേതൃത്വത്തിൽ 212 ദിവസത്തെ നീണ്ടുനിന്ന സമരം നടത്തി. അടിയന്തര പ്രമേയം ഉന്നയിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയവും അതുപോലെ തന്നെ സബ്മിഷൻ ഉന്നയിച്ചു. കോടിയേരിയുടെ സബ്മിഷനിൽ പറയുന്ന ഒരു വാചകം, കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനാവശ്യമായ പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ കേരളത്തിൻ്റെ വികസനത്തിന് തന്നെ വലിയ പരാജയമായി അത് മാറാൻ പോകും. അതുകൊണ്ട് വിഴിഞ്ഞം പരാജയപ്പെടരുത് എന്നാണ് സബ്മിഷനിലൂടെ കോടിയേരി ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 2015 ഫെബ്രുവരിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോയി VM സുധീരൻ ഉൾപ്പെടെ എതിർത്ത്, AICC ഉൾപ്പെടെ എതിർത്ത കാര്യത്തിൽ ആരും അറിയാതെ പോയി സ്വകാര്യ സന്ദർശനം നടത്തി ഒപ്പിട്ടു എന്നാണല്ലോ BRM ഷഫീർ ഇവിടെ പറഞ്ഞത്. അദാനിയെ നേരിട്ട് പോയി കണ്ട് വളരെ കൃത്യമായിട്ടുള്ള CAG റിപ്പോർട്ട് വന്നിട്ടുണ്ട്. CAG റിപ്പോർട്ടിൽ പറയുന്നത് 80,000 കോടി രൂപയുടെ അധിക മിച്ചം അദാനിക്കുണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ്. അതിനെ VD സതീശൻ ഓൺ ചെയ്തിട്ടുണ്ട്. VD സതീശൻ അന്ന് പരസ്യമായി പറഞ്ഞെന്തായിരുന്നു? മാത്രമല്ല KPCCക്ക് VD സതീശൻ അന്ന് CAG റിപ്പോർട്ടിലെ ഗൗരവകരമായ പരാമർശങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടില്ലേ? ഞങ്ങളാണോ പറഞ്ഞത് കടൽക്കൊള്ള എന്ന് വ്യക്തമായി പറഞ്ഞത് VM സുധീരനാണ്. VM സുധീരൻ പറഞ്ഞ വാചകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഷഫീർ നിഷേധിക്കുകയാണെങ്കിൽ ഞാനത് കേൾപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. പിന്നെ മറ്റൊന്നുകൂടി, ഇവിടെ നേരത്തെ ഷഫീർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ആ കാലഘട്ടത്തിലാണ് 10 പൈസ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടില്ല. 2015 അവസാന ഘട്ടത്തിലാണ് ഈ കരാർ ഒപ്പിടുന്നത്. കരാർ ഒപ്പിട്ട് തുടർ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് തുടർന്നു വന്ന സർക്കാരാണ്. അതിൻ്റെ ഭാഗമായി 1 രൂപ പോലും ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പാക്കേജ് അനുവദിച്ചു എന്ന് പറയുന്നു, ബജറ്റിൽ പണം അവതരിപ്പിച്ചിട്ടില്ല. കള്ളം വന്ന് ചർച്ചയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ആയി രാജവംശം മുതലുള്ള കാര്യം പരിശോധിക്കണമെന്നാണ്. ആയിക്കോട്ടെ, പരിശോധിക്കുന്നതിൽ നിന്ന് ഇവിടെ ആരും എതിരല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായി പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയനാർ സർക്കാരിൻ്റെ കാലം മുതലുള്ള വിവിധ സർക്കാരുകളുടെ കാര്യം പറഞ്ഞു. VS ഗവൺമെൻറ് കാലത്താണ് വളരെ കൃത്യമായി ഇത് PPP മോഡൽ നടത്താൻ വേണ്ടി കഴിയില്ല, കമ്പനികളെ കൂട്ടി നടത്താൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് ലാൻഡ് ലോഡ് മോഡൽ നടത്തണം. ആ ലാൻഡ് ലോഡ് മോഡൽ നടത്താൻ വേണ്ടി കൃത്യമായി തന്നെ SBI ഉപയോഗിച്ച് ഒരു കൺസോർഷ്യം രൂപീകരിച്ചു. 2500 കോടി രൂപ അന്ന് ആ ചെലവ് മതിയാകുന്ന രീതിയിലായിരുന്നു. 2500 കോടി രൂപ അതിലൂടെ കൺസോർഷ്യത്തിലൂടെ കണ്ടെത്തി. 450 കോടി രൂപ ബജറ്റിൽ നീക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അതിനെ ഇല്ലാതാക്കിയതാരാണ്? ഇവിടെ പറഞ്ഞ ശ്രീ ജയറാം രമേശ് തന്നെ അതിന് പരിസ്ഥിതി അനുമതി നിഷേധിച്ചു. അതായത് എക്കാലത്തും തുറമുഖ ലോബിയോടൊപ്പം ചേർന്ന് ഈ പ്രവർത്തനം നടക്കരുത് എന്നായിരുന്നു കോൺഗ്രസ് കരുതിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് അധികാരം തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ അന്ന് അവിടുത്തെ ഏഷ്യൻ കൗൺസിൽ ഇവിടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ UDFന് തിരിച്ചടി നൽകും എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ആ സമയത്താണ് നേരത്തെ VM സുധീരൻ പറഞ്ഞ പോലെ തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി നേരെ പോയി അദാനിയുമായി
ധാരണയുണ്ടാക്കുന്നത്. ആ ധാരണ ആരും അറിയാത്ത ധാരണയാണ്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ അല്ല സജീഷ്, അബദ്ധധാരണയാണ് ഇന്നിപ്പോഴും സജീഷും CPM വിശ്വസിക്കുന്നുണ്ടോ? അത് അന്ന് ഉമ്മൻചാണ്ടിയുടെ സ്വാർത്ഥ ലാഭത്തിനായി ഉണ്ടാക്കിയ ഒരു അബദ്ധധാരണയാണ് എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? CPM വിശ്വസിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. അപ്പുറത്തുള്ള കുളച്ചൽ തുറമുഖം നോക്കിയാൽ 30 വർഷത്താണ്. ഇത് 40 വർഷം 60 വർഷം വരെ അദാനിയുടെ കയ്യിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. CAG റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഈ വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയൂ. 20,000 കോടിയിൽ പരം രൂപ 19,000 ചില്ലാണ് കോടി രൂപ അദാനിക്ക് നൽകണം. ഇതൊക്കെ കരാറുണ്ടാക്കി എങ്ങനെയാണ്? ഈ കരാറൊക്കെ അപകടകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലാവുന്നില്ലല്ലോ സജീഷ്. ഇന്നിപ്പോ വിഴിഞ്ഞത്തിന്റെ വേദിയിൽ അദാനിയെ വാദോരാതെ പുകഴ്ത്തുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും VN വാസവനും അടക്കം സംസാരിച്ച മന്ത്രിമാരും A റഹീമും ഒക്കെ വാദോരാതെ പുകഴ്ത്തുകയല്ലേ അദാനിയെ. ഇപ്പൊ നിങ്ങൾ പറയുന്നു അതൊരു പിഴച്ച കരാറാണ്, 1 ലക്ഷം വിജയത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കുരുതി കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു കരാറാണ്. ആ കരാറിന്റെ പൂർത്തീകരണം ഇന്നുണ്ടായത്. അതിന് നെഞ്ചത്ത് കയറുന്നതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വികസന നേട്ടം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇടുന്നത് അതേ കരാറാണ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പിഴച്ചുപോയ കരാർ. ഓക്കെ, അതിന് ഇനിയും തള്ളി പറയണോ? താങ്കൾ എന്ത് പേരിടുന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ കരാറുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് വരുന്ന ഒരു കാര്യം താങ്കൾക്കുൾപ്പെടെ വ്യക്തമാകാൻ ഏറ്റവും നല്ലത്, അന്ന് KPCC പ്രസിഡന്റാണല്ലോ കോൺഗ്രസിലെ ഏറ്റവും വലിയ മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം. ആരോപണവുമായി VM സുധീരൻ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാറെന്ന AICC നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു. വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു. അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. ജനങ്ങളുടെ താല്പര്യം, പബ്ലിക് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ. ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ടറേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് അല്ല താങ്കൾ ഈ സുധീരനെ കേൾപ്പിച്ചുകൊണ്ട് സതീഷ് നിലപാട് പറഞ്ഞു. സതീഷ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ കരാർ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ കരാറാണ് എന്നുള്ളതാണ് അല്ലേ? മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് അവിശ്വസനീയമായിരുന്നു. സാർ മനസ്സിലായി സാർ, ഇതിപ്പോ താങ്കൾ കേരളത്തോട് ആദ്യമായി പറയുന്നതല്ല. ഈ സുധീരന്റെയും ഒക്കെ വിയോജിപ്പ അക്കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴും CPM അത് ഉമ്മൻചാണ്ടി സ്വാർത്ഥ ലാഭത്തിനായി ഉണ്ടാക്കിയ ഒരു കരാർ മാത്രമാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണോ SK സജീഷ്? അങ്ങനെയെങ്കിൽ ആ കരാറിന്റെ പൂർത്തീകരണം സംസ്ഥാനത്തിന്റെ വികസന നേട്ടമാണെന്ന് കൊട്ടിഘോഷിക്കാൻ പിണറായി വിജയൻ ചെയ്യാമോ? അധാർമികമല്ലേ? അല്ല, അത് തന്നെ താങ്കൾ ഈ ചർച്ചയിൽ താങ്കളുടെ മനസ്സില്ല എന്ന് എനിക്ക് തോന്നുന്നു. താങ്കളുടെ മനസ്സ് വേറെ എവിടെയാണ് ഉള്ളതെന്ന്. ഞങ്ങളൊക്കെ പറയുന്ന കാര്യം കുറച്ചെങ്കിലുമൊക്കെ മനസ്സിൽ വെക്കാൻ വേണ്ടി തയ്യാറാകണം. അതായത് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് VSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഇടപെടൽ. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് റോഡുണ്ടായി, വൈദ്യുതി കണക്ഷൻ ഉണ്ടായി, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 4 വർഷക്കാലം അനങ്ങാതിരുന്നു. ആ 4 വർഷം അനങ്ങാതിരുന്നപ്പോഴാണ് ഞാൻ 2012 നടത്തിയ അവസാനിപ്പിക്കട്ടെ. അല്ല, ബോധ്യപ്പെടണമെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കണം. ഹാഷ്മിയുടെ പറയട്ടെ, ആഷ്മിക്ക് എന്താ ക്ഷമ എന്ന് പറയുന്ന ഒരു 2 വാക്ക് ജീവിതത്തിൽ അല്പെങ്കിലും ഒന്ന് പാലിക്കരുതോ? ഞങ്ങളൊക്കെ ഇതിനായിട്ട് ഇരുന്ന് തരണമെന്ന വാചകം പൂർത്തീകരിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹാഷ്മി സ്വയം പരിശോധിക്കൂ. ഇത്രയും ക്ഷമയില്ലാതായി മാറാൻ പറ്റുമോ ഒരു അവതാരകൻ? ഞങ്ങളൊക്കെ നിങ്ങൾ എത്ര ക്ഷമിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളെ ഇത്തിരി നേരം നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങളെ പറയാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുമ്പോൾ എന്തൊരു ക്ഷമയാണ് ഞങ്ങൾ കാണിക്കുന്നത്? തിരിച്ചു വന്ന് കാണിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്ന വാചകം. 2-3 വാചകം പൂർത്തീകരിച്ച പ്രശ്നം തീർന്നു. ഹാഷ്മി ഈ ചോദ്യത്തിനല്ല ഉത്തരവും. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് നിരന്തരമായ സമരം നടത്തിയത്, നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തിയത്. അതിനുശേഷം ഈ പറഞ്ഞ കരാറിലേക്ക് പോകുന്നു. VM സുധീരൻ ഉൾപ്പെടെ എതിർത്ത കരാർ, ആ കരാറിലേക്ക് പോകുന്നു. ആ കരാറിൽ പോയപ്പോഴും
ആ കരാറിനെതിരായി പത്രസമ്മേളനം നടത്തിയ സമയത്ത് ആ കരാറിന് ഞങ്ങളെതിരാണ്, പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കരാർ റദ്ദാക്കില്ല. കാരണം കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി നഷ്ടപ്പെടും. അതുകൊണ്ട് ഉണ്ടാക്കിയ കരാറുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക എന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളത് പ്രകടന പത്രികയിൽ പറഞ്ഞു. അതിനുശേഷം ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഭാഗമായി കേരളത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മറ്റ് പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചുകൊണ്ട് ആണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ താല്പര്യം, അതായത് അന്നത്തെ കാര്യത്തിൽ CAG റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെ VD സതീശൻ ഉൾപ്പെടെ അന്ന് ഗൗരവമായി കണ്ടതാണ്. ഞങ്ങളും ഗൗരവമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ മാത്രമല്ല, UDF രംഗത്തുള്ളവരും ഗൗരവമായി കണ്ടു. ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു കമ്മീഷൻ നിങ്ങൾ അഴിമതി അന്വേഷിച്ചു. CAG റിപ്പോർട്ട് അതിനുശേഷം ഒരു കമ്മീഷൻ നിങ്ങൾ അഴിമതി അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. എന്നിട്ട് ആ റിപ്പോർട്ട് പുറം ലോകം കാണാതിരുന്നു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു 6 മാസം കഴിയുമ്പോഴേക്കും നിയമസഭയുടെ ടേബിളിലേക്ക് എത്തി. അഴിമതി ഇല്ല എന്നാണ് പറഞ്ഞത്. SK സജീഷ്, താങ്കളെ ഞാൻ സാഗൂതം കേൾക്കുകയായിരുന്നു. SK സജീഷിന്റെയും CPM-ന്റെയും ആ നിലപാട് എനിക്ക് മാത്രമാവില്ല, ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ കരാർ മൂർത്തീകരിക്കാൻ കാരണമാകുന്ന ആ കരാർ, അന്നത്തെ കരാർ, അത് ഉമ്മൻചാണ്ടിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ്. അദാനിക്ക് മൊത്തം കേരളത്തെ തീരെഴുന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയും അത് വിജയ വഴിയിൽ സ്വപ്ന പദ്ധതി എന്നൊക്കെ നിങ്ങൾ തന്നെ കൊട്ടിഘോഷിക്കുകയും ചെയ്യും. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർ മനസ്സിലാവുന്നില്ല. ഇനി എൻ്റെ പരിമിതിയാകും സർ. BRM അല്ല, ആഷ്മിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ ഒരു എനിക്കിട്ടില്ല താനും. പറയട്ടെ, ഞാൻ അതാണ് പറഞ്ഞത്. ഈ കരാറിനോടൊപ്പം തന്നെ ആ കരാറിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് CAG അദാനിക്ക് അമിത ലാഭം ഉണ്ടാക്കുന്ന കരാറാണിത് എന്നതൊക്കെ ശരിയാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ തുറമുഖം കേരളത്തിൽ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അത് വരും തലമുറയ്ക്ക് കൂടി ആവശ്യമാണ്. ആ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. തന്നെയാണ് മറ്റ് കാര്യങ്ങളും എല്ലാമായി മുന്നോട്ട് പോയത്. ഇച്ഛാശക്തിയുടെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അതാണ് BJP-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള K. സുരേന്ദ്രന് പറയേണ്ടി വന്നല്ലോ. ഗെയിലും അതുപോലെ തന്നെ ആ ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണ് ഉൾപ്പെടെ ഇന്ന് പറയേണ്ടി വരുന്നു. ദേശാഭിമാനിയിലെ കടൽക്കൊള്ള എന്ന് അന്ന് എഴുതിയ ആ തലക്കെട്ടിൽ SK സജീഷും CPM പിന്നോട്ടില്ല. കടൽക്കൊള്ള എന്ന് പറയുന്ന തലക്കെട്ടിൽ പിന്നോട്ടില്ല. മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് പറയുന്ന തലക്കെട്ടിൽ നിന്ന് പിന്നോട്ടില്ല. കടലിന് കണ്ണീരിന്റെ ഉപ്പ് എന്ന് ദേശാഭിമാനി CPM പറഞ്ഞ ആ നിലപാടിൽ CPM ഇപ്പോഴും പിന്നോട്ടില്ല. ആ കരാറിനെ കുറിച്ച് ഉന്നയിച്ച അധമ കരാറാണ് എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ബെസ്റ്റ് താല്പര്യത്തിന് CPM അതിനുവേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. വിജയ വഴിയിൽ സ്വപ്നതീരം എന്താണ് അങ്ങനെ ഒരു സൗകര്യം കൊടുക്കല്ലേ? VM സുധീരൻ പറഞ്ഞതിനോട് മറുപടി പറയാൻ വേണ്ടി പറയും. അതും ഒരു അവതാരകന്റെ കടമയാണ്. അങ്ങനെ സ്കിപ്പ് ചെയ്തു പോലെ VM സുധീരനും VD സതീശനും അന്നെന്താണ് പറഞ്ഞത്? VM സുധീരനും VD സതീഷ് ഇപ്പോ നിലപാടാണോ? അല്ല, VD സതീഷിന് ഇപ്പോഴാണ് നിലപാടാണോ സജീഷ്? ഇപ്പൊ സജീഷ് ഇപ്പോഴും അതേ നിലപാടല്ലേ? SK സജീഷ് ഇപ്പോഴും നിലപാടാണ്. മന്ത്രി VN വാസവൻ ഇപ്പോഴതേ നിലപാടാണ്. മുഖ്യമന്ത്രിക്കും അതേ നിലപാടായിരിക്കുമല്ലോ. ഇപ്പോ അതേ മലക്കമറിച്ചിട്ടുണ്ടാവില്ലല്ലോ. അല്ലേ ആഷ്മി, ആർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുധീരൻ അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാട്ടിക്കൂട്ടിയതാണെന്ന് അത് ആ പ്രദേശത്ത് ഇത് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കേരളത്തെ കുരുതി കൊടുക്കാനുണ്ടാക്കിയ കരാറാണെന്ന് സജീഷ് ഇപ്പോഴും പറയുകയല്ലേ? അല്ലെന്ന് പറയോ? ഒരു ശേഷിയില്ലാത്ത ആളാണെന്നല്ലേ SK സജീഷ്? ഈ കരാർ അദാനിയുമായി ഒപ്പിട്ടത് കേരളത്തെ കുരുതി കൊടുക്കാൻ ഉമ്മൻചാണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കരാറാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടോ? ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണ്. സാർ, കരാർ അധമ കരാറാണ് നിലപാടിൽ ഇപ്പോൾ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ? കേരളത്തിന് ആവശ്യമാണ്. ഞങ്ങൾ കരാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ടും കൂടി പറയല്ലേ? കുറച്ചുകൂടി നല്ല കരാറിൽ ഏർപ്പെടാമെന്നായിരുന്നു. രണ്ടും കൂടി പറയല്ലേ SK സജീഷ്? രണ്ടും കൂടി പറയുകയാണോ? ആ കരാർ പിഴച്ച കരാർ, പക്ഷേ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ അത് വിജയന്റെ ഇച്ഛാശക്തി. അങ്ങനെ പറയാമോ? എന്ന ഒരു ബൈറ്റ് കാണിക്ക്. ആഷ്മി എന്ന മാധ്യമ പ്രവർത്തകനെ ഞാൻ വെല്ലുവിളിക്കുന്നു. കരാർ റദ്ദാക്കണം.
കരാർ ഞങ്ങൾ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞൊരു ബൈറ്റ് എടുത്ത് കാണിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സാർ, എസ് കെ സജീഷ് അല്പസമയം മുൻപ് പറഞ്ഞതാണ് ആ കരാർ ഉമ്മൻചാണ്ടിയുടെ സാർ, ആ കരാർ ഇരുട്ടിന്റെ മുകളിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറാണ് ഇപ്പൊ സജീഷ് പറഞ്ഞു നാക്ക് വായിക്കാതെ ലാഭം ഉണ്ടാക്കാനുള്ളതാണ് കരാറെങ്കിലും ഭാവി കേരളത്തിന് ഈ പദ്ധതി അനിവാര്യമാണ്. അത് നിയമക്കുരുക്കിലേക്ക് പോകരുത്, ദീർഘകാലത്തേക്ക് പോകരുത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ വി ഡി സതീശനോ വി എം സുധീരനോ തുടർന്ന് മറുപടി പറഞ്ഞിട്ടില്ല. ശരി, ചോദിക്കുന്നതിന് മുൻപ് വി എൻ വാസവൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു. ഇന്ന് ആ പരിപാടിയിൽ വി എൻ വാസവൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ എന്താണ്? അക്കാലത്തൊന്നും ഉണ്ടായില്ല എന്ന് പറയാനും ഇപ്പൊ സജീഷ് പറഞ്ഞ മട്ടിൽ ആ കരാറിൽ അന്ന് വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറയാനുമാണ് ഉമ്മൻചാണ്ടിയുടെ പേരും ആ വാക്കൊന്ന് കേൾക്കാം. 2015 ആഗസ്റ്റിൽ അതിനെ തുടർന്ന് ടെൻഡർ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കരാറിലേർപ്പെടാൻ അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറായി. ആ കരാർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ചില വിമർശനങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. കരാറിനോടായിരുന്നില്ല എതിർപ്പ്, മറിച്ച് അതിലെ ഉള്ളടക്കത്തിലെ 66% സംസ്ഥാന ഗവൺമെൻറ് മുടക്കുമ്പോൾ 34% അദാനി മുടക്കുന്നു. അതിൻ്റെ അധികാരമോ ലാഭമോ നമുക്ക് 20 വർഷത്തേക്ക് ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ അന്ന് തറക്കല്ലിട്ടതാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. ശരി, ബി ആർ എം ആ തറക്കല്ലിടൽ അന്നത്തെ LDF ബഹിഷ്കരിച്ച ചടങ്ങാണ് കേട്ടോ. ബി ആർ എം അന്ന് CPM എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ? ഈ പറഞ്ഞ മത്സ്യബന്ധനത്തിൻ്റെ, ഇപ്പം മത്സ്യബന്ധനത്തിൻ്റെ മരണമണി എന്നുള്ളത് അഴിമതി ആംഗിൾ അല്ലല്ലോ, എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം നശിക്കാൻ പോകുന്ന ഒന്ന് ആംഗിളാണല്ലോ. അതടക്കം ഇപ്പോഴും CPM ഉറച്ചു നിൽക്കുകയാണ്. ആ കരാർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വി എം സുധീരൻ ആരോപണം കൂടി എസ് കെ സജീഷ് കോട്ട് ചെയ്യുകയാണ്. ആ കരാർ കേരളത്തെ തുലയ്ക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അക്കാര്യത്തിൽ തർക്കം CPM ഇപ്പോഴും ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ ബെസ്റ്റ് താല്പര്യത്തിന് മുന്നോട്ടുള്ള പോക്കിന് ആ കരാർ വേണം. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അതങ്ങ് നടപ്പാക്കി ബി ആർ എം. സത്യത്തിൽ 17 മിനിറ്റ് നേരമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗുണവുമില്ലാതെ ഈ ചർച്ചയെ കൊണ്ടുവന്നെത്തിച്ചത്. സജീഷിന് ചിലപ്പോൾ ഇതെങ്ങനെയെങ്കിലും സമയം പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കലബല വിളിച്ചുകൊണ്ട് ഈ ചർച്ചയെ അലമ്പാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരിക്കും. നിങ്ങൾ ആങ്കറല്ലേ? ഒന്നുകിൽ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണമായിരുന്നു, അതല്ലെങ്കിൽ കരളായ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ മാറ്റണമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ തോന്നിയ ദിവസം കാണാൻ വേണ്ടി ഒന്ന് കുത്തിയിരിക്കുകയല്ല ഞങ്ങൾ രണ്ടപ്പുറത്ത്. ഒന്ന് ഓർമ്മിക്കണം, ചർച്ചയാണത് കേട്ടോ, ഇത് പത്രസമ്മേളനമല്ല. എസ് കെ സജീഷിന്റെ പത്രസമ്മേളനം കേൾക്കേണ്ട കാര്യമൊന്നും ബി ആർ എം ചർച്ചയല്ലെന്നേ. സജീഷ് ഏകപക്ഷീയം സംസാരിക്കായിരുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതൊരു ചർച്ചയാണ്. സജീഷ് ഏകപക്ഷീയമായി സംസാരിച്ചുകൊണ്ട് സമയങ്ങളെ ആ കരാ ഇപ്പൊ പ്രതിപക്ഷ എന്തുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പരോക്ഷമായിട്ട് സതീഷ് മറുപടി. ഞാൻ പറഞ്ഞ തോന്നിയാസമല്ല. ഈ ഇരിക്കുന്ന ആളിന്റെ തലതൊട്ടപ്പനായ നേതാവ് DYFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി അന്ന് എഴുതിയെന്താണെന്നറിയോ? അന്ന് എഴുതിയത് വികസനം നടത്തുന്ന കാര്യത്തിലല്ല ഉമ്മൻചാണ്ടിക്ക് താല്പര്യം, കോടികളുടെ അഴിമതി. ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കോടികളുടെ അഴിമതിയാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റാണ്. ദേശാഭിമാനിയിൽ എവിടെയൊക്കെ നാണമുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? വന്ന് ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. ദേശാഭിമാനിയിൽ എഴുതി വെച്ചു, അറിയോ, കടൽ കൊള്ള. അല്ല, ബി ആർ കടൽ കൊള്ള കേരളത്തിൽ വിൽക്കുന്ന പരിപാടി. ഈ കരാർ രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യണം. CAG റിപ്പോർട്ട് ഗൗരവകരമാണ് എന്ന് പറഞ്ഞ എന്തിനാണ്? അതുകൂടി പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞ മാത്രം വി എം സുധീരൻ എന്തിനാണ് പറഞ്ഞത്? അതുകൂടി പറയേ, കേൾക്കാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. ഷഫീറെ, ബി ആർ എം എന്തിനാണ് അസ്വസ്ഥനാവുന്ന അറിയില്ല. ബി ആർ എം ആദ്യഘട്ടത്തിൽ മതിയായ സമയമെടുത്ത് സംസാരിച്ചതാണ്. ഇതാ താങ്കൾ ആദ്യഘട്ടത്തിൽ മതിയായ സമയമെടുത്ത് ബി ആർ എം ഇടപെടാതെ സംസാരിച്ചതാണ്. അതിൽ സജീഷ് സംസാരിച്ചു. ഞാൻ സജീഷുമായി ഞാൻ തുടർച്ച ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകപക്ഷീയമായിരുന്നില്ല സജീഷ് സംസാരം. ഇപ്പോൾ ബി ആർ എം അങ്ങനെ രോഷാകുലനെ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ബി ആർ എം മൈക്കൊക്കെ ഊരാൻ അങ്ങനെ രോഷാകുലനെ എഴുന്നേറ്റ് പോകേണ്ട കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ബി ആർ എം മൈക്കൂരി അത്ര രോഷാകുലനായി പോകേണ്ട സാഹചര്യമൊന്നുമില്ല. ബി ആർ എം താങ്കൾ പറഞ്ഞോളൂ, ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ? ബി ആർ എം അങ്ങനെ രോഷാകുലനാവല്ലേ? താങ്കൾ തുടക്കത്തിൽ ഇടപെടാതെ മതിയായ സമയത്ത് സംസാരിച്ചതല്ലേ? എന്തിനാണ് അങ്ങനെ രോഷാകുലൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അഭിപ്രായം പറയുമ്പോൾ 3 പേർക്ക് അഭിപ്രായം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഡെക്കോറം പാലിക്കണം.
ഇയാളെ മാത്രം പത്രസമ്മേളനം വിളിക്കുക, അത് പറയൂ ബിആർ. മനസ്സിലാക്കാൻ ബിആർഎം ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ, ഇടപെടലൊക്കെ ഉണ്ടാവില്ലേ? ജനാധിപത്യത്തെ പറ്റി വാദോര സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്ന് അങ്ങനെ സംസാരിക്കല്ലേ? താങ്കൾ പറഞ്ഞു 17 മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ വേണ്ടി പോകുമ്പോൾ ചാടി ഇടയെ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, മര്യാദകളാണത്. സമയം കളയാണ്, ഇതൊക്കെ സമയം കളയല്ലേ? താങ്കൾ പോയിന്റിലോട്ട് വാ. രണ്ടുപേരും വേണ്ടിയില്ലല്ലോ. ഇല്ല സമയം ഇല്ലെങ്കിൽ വേണ്ട, പോ, എടുത്തോണ്ട് പോ. താങ്കൾ പോയിന്റിലോട്ട് വാ. സുരേഷ് ആളുകൾ അപ്പുറത്തും ബിആർഎം ഇവിടെ എസ് കെ സജീഷ് ഏകപക്ഷീയമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറയുകയല്ല, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം. പറയൂ, സമയങ്ങളെ പറയൂ. അത് പറഞ്ഞില്ലേ താങ്കള്? ഞാനും ആഷ്മിയും തമ്മിൽ നടത്തിയ അല്ല ആഷ്മി, ഞാൻ സീരിയസ് ആയിട്ടല്ലേ ചോദിച്ചത്. ഞാനും ആഷ്മിയും നടത്തിയ ഡിബേറ്റ് പറഞ്ഞപ്പോ എനിക്ക് മറുപടി പറയണ്ടേ? ഇല്ല, ഒരാളുടെ മൈക്ക് ഞാൻ ഓഫ് ചെയ്യാറില്ല, അത് ജനാധിപത്യമല്ല, അതുകൊണ്ടാണ്. ബിആർഎം പറഞ്ഞു പൂർത്തിയാക്കൂ. ഇല്ലെങ്കിൽ എന്നെ റിലീവ് ചെയ്യും, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ? എന്നെ റിലീവ് ചെയ്യും. ബിആർഎം താങ്കൾക്ക് പറയാനുള്ള പോയിന്റിലേക്ക് വരൂ, അത് പറയൂ. ഇവരെല്ലാം ഉമ്മൻചാണ്ടിയെ കുറെ കാലം കൊണ്ട് വേട്ടയാടുന്നുണ്ടല്ലോ. പറഞ്ഞ കാര്യവും പറഞ്ഞ കാര്യവും സജീഷ് എസ് കെ സജീഷ് അത് നിങ്ങൾ മറുപടി സജീഷ് അല്ല സജീഷ് അല്ല ബിആർ പറയട്ടെ, ബിആർ പറയട്ടെ. കാര്യത്തിലില്ല, പറയട്ടെ. ഡിവൈഎഫ്ഐ ഓഫീസിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ റാൻ മുളന് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം, ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾ ജനാധിപത്യ ചർച്ചയാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കും, ഞങ്ങൾ മറുപടി പറയുമ്പോൾ ഇടപെടാൻ പാടില്ല. അരമണിക്കൂർ ഞാൻ ചോദിച്ചു അത്. അതുപോലെ തന്നെ സജീഷ് ഞാൻ ചോദിച്ചു അത്. താങ്കൾ മാത്രം ഏകപക്ഷീയമായി സംസാരിച്ചോണ്ടിരിക്കാൻ കഴിയില്ലല്ലോ സജീഷ്. പറഞ്ഞിട്ട് കാര്യമില്ല ഷഫീറെ. ബിആർ പറഞ്ഞു പറയട്ടെ. അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ്? പറയും. അല്ല സജീഷ്, തുടക്കത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ സജീഷ് വലിയ അസഹിഷ്ണുതയായിരുന്നല്ലോ, ഇപ്പൊ ബിആർഎമ്മിനോടാണോ? ബിആർ പറയട്ടെ. ബഹുമാനി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ തുടങ്ങിയത് ഇപ്പോഴല്ലോ. ദേശാഭിമാനിയിൽ കടൽ കൊള്ള എന്ന ക്യാപ്ഷനോട് കൂടി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ 5580 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റാണ്, ഭൂമി കച്ചവടമാണെന്ന് പറഞ്ഞവന്മാരാണ് അവന്മാർ. അറിയോ? ആകെ പദ്ധതി 5580 കോടി, 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് പറഞ്ഞ ആളാണ് സഖാവ് VS. അത് ഏറ്റുപിടിച്ച ആളാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. ഒരു ഉളുപ്പും ഇല്ലാതെ കയറിയിരുന്ന് തട്ടുകയാണ്. ഉമ്മൻചാണ്ടി എന്ന വാക്ക് മിണ്ടാതെ, മനസ്സിലായില്ലേ? പരമപുച്ഛത്തിന്റെ പരകോടി കൊണ്ട് സഖാവ് പിണറായി വിജയൻ. സജീഷ് ഇടപെടരുത്. ഇല്ല സജീഷ് ഇടപെടരുത്. സജീഷ് ഇടപെടരുത്. ബിആർ പറഞ്ഞു പൂർത്തിയാക്കൂ. ഇയാളെ പോലുള്ളവന്മാരുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ല ബിആർ പറഞ്ഞു പൂർത്തിയാക്കൂ. ഇയാളെ പോലുള്ള അലമ്പന്മാരുമായി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ബിആർ പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ല സജീഷ് താങ്കൾ ഇടപെടുന്നത് എസ് കെ സജീഷ് താങ്കൾ എസ് കെ സജീഷ് അതിലേക്ക് പറയാണെന്നേ. അല്ല പറയട്ടെ. സജീഷ് അലമ്പല്ലേ പ്ലീസ്. സജീഷ് ചർച്ച അലമ്പരുത് പ്ലീസ്. സജീഷ് ചർച്ച അലമ്പരുത് പ്ലീസ്. സജീഷ് ചർച്ച അലമ്പരുത് പ്ലീസ്. സജീഷ് ചർച്ച അലമ്പരുത് പ്ലീസ്. സജീഷ് ചർച്ച അലമ്പരുത്. താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു, അതിനുശേഷം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടക്കേറി ഇടപെടരുത്. ബിആർ പറയൂ. മൈക്ക് ഓഫ് ചെയ്യിപ്പിക്കല്ലേ. മാത്രം ഒരു മാന്യൻ. 2017 പക്ഷേ നല്ല രീതിയിൽ സിയാൻ രേജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. പറഞ്ഞില്ലേ പ്രതികരിക്കും. 2017 അത് കുഴി കുഴിക്കാണ്, കുഴി പോയി വീടല്ലേ ബിആർ. അല്ല ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പോയി, ഇല്ലെങ്കിൽ ഈ അലമ്പന്മാരോട് ഞാൻ ഇരിക്കത്തില്ല. ഞാൻ വന്ന് ഇരുന്ന് പോയി. 2017 സിയാൻ രേജിയുടെ ഒരു റിപ്പോർട്ട് സുരേഷിലേക്ക് എത്താം. ബിആർ പറഞ്ഞു പൂർത്തിയാക്കൂ. മറ്റ് പ്രകോപനങ്ങൾ ഒഴിവാക്കി പോയിന്റിലേക്ക് വരും ബിആർ. അല്ല ആഷ്മി, ഒറ്റ കാര്യം ഇടവേളയിലേക്ക് പോകാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ ശരിയല്ല. അത് ആഷ്മി പറയണം. അലമ്പൻ,
തോന്നിവാസി Okay. ഇതെന്ത് ചർച്ചയാണിത്? ഓക്കെ ഓക്കെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശരി പറയണം. ശരി 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 ബിആർഎം നിങ്ങൾ വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ശരി ശരി ആലമ്പൻ അലമ്പൻ തന്നെയാ. അല്ല ബിആർഎം ബിആർഎം ശരി അത് പിടിക്കല്ലേ പിടിക്കല്ലേ അത് പിടിക്കല്ലേ അത് പിടിക്കല്ലേ ബിആർഎം ആലമ്പൻ അലമ്പൻ തന്നെയാ. ആ രീതിയിലാണ് പറയുന്നത്. ആ രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ KPCC-ൽ പ്രയോഗിക്കുന്ന വാചകങ്ങൾ സജീഷ് ശരത് നല്ല ഭാഷയിലെ ഷഫീറിനെ അല്ല വിഷയത്തിലേക്ക് വാന്നേ വിഷയത്തിലേക്ക് വാ പ്ലീസ് ബിആർഎം ഹാഷ്മി അത് പറയും. ഇപ്പൊ പറഞ്ഞോ കേട്ടില്ലേ? ബിആർഎം വിഷയത്തിലേക്ക് വാ. അതിൽ തീരുമാനമാവണ്ടേ? ബിആർഎം പറയൂ. അതെ ഇപ്പൊ പറഞ്ഞ വാക്കിനെ കുറിച്ച് ഹാഷ്മി എന്താ പറയുന്നത്? ഹാഷ്മി അത് പറയണ്ടേ? അലമ്പ് എന്ന വാക്ക് വലിയ തെറിവാക്കൊന്നും അല്ലെന്ന് സതീഷ്. അലമ്പ് എന്ന വാക്ക് ഭീകര തെറിവാക്കൊന്നും അല്ല. പറഞ്ഞത് പരനാറി എന്ന വാക്ക് അത്രയൊക്കെ ഉണ്ടോ ഈ അലമ്പെന്ന് പറയുന്നത്? പോട്ടെ വിട്ടേക്കു. അതിൽ പ്ലീസ് പ്ലീസ് അത് വിടൂ. ബിആർ പറയൂ. ഒരു രാജാവിനെ പോലെ ചർച്ചയിൽ ഇരിക്കുക, ബാക്കിയെല്ലാവരും അദ്ദേഹത്തിന്റെ പ്രജകളാണെന്നുള്ള രീതിയിലൊന്നും ഇടപെടാൻ വേണ്ടി പാടില്ല. ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് വരുന്നത്. ശരി ഓക്കെ ബിആർ പറയൂ. ശരി നിർത്തൂ സജീഷ്, നിർത്തൂ സജീഷ് പ്ലീസ്. ഒന്ന് നിർത്തൂ സജീഷ്. ബിആർ പറയൂ. ഹലോ കേൾക്കാമോ? ആ കേൾക്കാം. ഹലോ കേൾക്കാം ബിആർ പറഞ്ഞോളൂ. ഈ 2017 ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? ശരി ഞാൻ ബിആർഎമ്മിലേക്ക് എന്തോ സാങ്കേതിക പ്രശ്നമൊന്നും പരിഹരിക്കാവോ? PCR സുരേഷ് 2017 ഒരു സിയാൻ രേജിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ ഹാഷ്മി? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ ബിആർഎം. ഞാൻ സുരേഷ് ഇത് കേരളമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ ഉണ്ടാകും. പക്ഷേ അത് പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനെ എന്തായാലും ഈ രാഷ്ട്രീയ ചർച്ചകൾ തടയിടും എന്ന് കരുതാവോ? എന്ന് പേടിക്കണോ? കാര്യം നമ്മൾ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ദിവസമാണ്. എന്തൊക്കെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിലും. സുരേഷ് ശ്രീ ഹാഷ്മി, ഇത് എവരുടെ കണക്ക് പറഞ്ഞാൽ 2013 തുടങ്ങിയത് ഇപ്പോൾ അവസാനിക്കുന്നത് 2024 അപ്പോൾ ഇത്രയും വർഷക്കാലമായിട്ട് ഇത് ഇങ്ങനെ ലാഗ് ചെയ്ത് പോയതിന് കാരണം ഇത്തരത്തിലുള്ള ഈ അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ചകളാണ്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത് ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ തർക്കമാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ രാജ്യം ഇന്ന് ഈ ഷിപ്മെൻറ്റ് കാറ്റഗറിയിൽ എക്കോണമിയിൽ 2014 44-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇന്ന് 22-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഈ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ. ഇന്ന് 217 തുറമുഖങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ 68 തുറമുഖങ്ങൾ കാർഗോ തുറമുഖങ്ങളും 13 മേജർ തുറമുഖങ്ങളുമാണ്. അവിടേക്കാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന മദർ പോർട്ട് വരുന്നത്. ഈ രീതിയിൽ രാജ്യത്തിനൊരു വലിയ ഭാവനയുണ്ട്. ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ആ സമയത്താണ് പൊട്ടക്കിണറ്റിലെ തവളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് അച്ഛൻ, അദ്ദേഹമാണ് അച്ഛൻ അല്ല എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട ചർച്ച നടത്തുന്നത്. ഇവിടെ ഈ ഇവിടെ ഏറ്റവും നമ്മളിവിടെ കാണേണ്ടത് ഇവർക്ക് എത്ര സമയം കൊടുത്താലും എനിക്ക് വിരോധമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നത്. എന്തെന്നറിയോ, ഈ കേരളം ഇവരെ രണ്ടുപേരെ കുറിച്ചൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പിതൃത്വം അന്വേഷിച്ചിറങ്ങിയ ഈ രാഷ്ട്രീയ അനാഥത്വം ബാധിച്ച 2 കുട്ടികൾ കലവില കൂടുന്നത് പോലെയാണ് പൊതുവെ ഈ കേരളം ഈ ചർച്ചയെ കണ്ടത്. ഞാനും അതേ രീതിയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. ഇവർക്ക് എത്ര സമയം കൊടുത്താലും എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ എനിക്ക് സജീഷിനോട് വസ്തുതാപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ശ്രീ ഹാഷ്മി, ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 63% പൈസ സംസ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ സജീഷിനോട് ചോദിക്കുന്നു, 8500 കോടിയിലേറെ രൂപ ചെലവഴിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ ആ കപ്പലിൽ എത്ര രൂപ, ആ കപ്പൽ വന്നിറങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ എത്ര രൂപ കൊടുത്തു എന്ന് പറയാമോ നിങ്ങൾക്ക്? 500 കോടി പോലും തികച്ചെണ്ണി കൊടുത്തിട്ടില്ല. ഇവിടെ സംസ്ഥാന സർക്കാർ അവിടെ ചെയ്യേണ്ട പല കാര്യങ്ങൾ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല. ഈ അപ്രോച്ച് റോഡ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ഇന്ന് അദാനിയാണ്. ഇവർ
പുലിമുട്ട് ഞങ്ങൾ PPP മോഡലിൽ ഇന്ത്യയിൽ ഒരു പോളിസി പ്രകാരം ഉള്ള ഇതാ അവിടെ BJP സർക്കാർ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ 55,595 കോടി കൊടുക്കണം. അതിൽ എത്ര കൊടുത്തു എന്നാണ് ചോദ്യം. തീർന്നില്ല. സജീഷേ, അവിടെ കിടന്ന് അലമ്പിയത് പോലെ ഇങ്ങോട്ടും കൂടെ വരാതെ ഞാൻ മര്യാദയ്ക്ക് നിങ്ങൾ ഈ വലിയ ആദർശം മറ്റുള്ളവർക്ക് വേണ്ടി പ്രസംഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ആദർശം ഛർദ്ദിച്ചു വെച്ചാൽ പോരാ. സ്വന്തം ജീവിതത്തിൽ പാലിക്കണം. സ്വന്തം ജീവിതത്തിൽ മര്യാദ പാലിച്ചിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ അവിടെ ഇരിക്കവിടെ വെറുതെ ഇരിക്കാനില്ല. അപ്രോച്ച് റോഡ് ഈ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ചെയ്തത് ഇവരുടെ കുത്തകയായിട്ടുള്ള മുതലാളി അദാനിയ. പുലിമുട്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്തത് അദാനിയ. അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഹാർബർ ഈ സർക്കാർ ഒന്നും ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല റിംഗ് റോഡ് അങ്ങ് നാവായിക്കുളം മുതൽ വിഴിഞ്ഞം വരെയുള്ള റിംഗ് റോഡ് ഒരു പണിയും ഈ സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. ബാലരാമപുരം വഴിമുക്ക് വഴി വിഴിഞ്ഞത്തേക്കെത്തുന്ന റെയിൽ കണക്ടിവിറ്റി, ആ റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി അവിടെ എന്തോ തട്ടിവിട്ടു. ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഈ സർക്കാർ ഈ പണി ചെയ്യാതെ ഇങ്ങനെ പിതൃത്വത്തിന് വേണ്ടി അലന്ന് നടക്കുന്ന ഗതികേട് ഈ പിണറായി വിജയൻ സർക്കാരിന് ഇതിലപ്പുറം ഒരു ഗതികേടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപൂർവ്വം ചോദിക്കാനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് അതാ. അതേ സമയത്ത് എനിക്ക് ഷഫീറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ VD സതീശനും നിങ്ങളുടെ VM സുധീരനും നിങ്ങളുടെ കോവളം MLA-യും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആ വേദിയിലിരുന്ന സർവാനന്ദ് സോണോവാൾ ഒഴികെ എല്ലാവരും ഏതെങ്കിലും സമയത്തൊക്കെ ഈ വിഴിഞ്ഞത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരായിരുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഇന്ന് ഉയരുന്ന ചരിത്ര വസ്തുത. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായ സുരേഷിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിന് ഉത്തരം അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം പറയട്ടെ. 817 കോടി രൂപയാണല്ലോ കേന്ദ്ര സർക്കാർ നൽകേണ്ടത്. ഈ 817 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകണമല്ലോ. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ ഭാഗമായി 817 കോടി രൂപ കൊടുക്കാനുണ്ട്. നിങ്ങൾ എത്ര കോടി കൊടുത്തു സാർ? അത് കൊടുത്തിട്ട് പോരെ ഞങ്ങളെ മണ്ടയിൽ ഒന്ന് കുത്തിക്കയറുന്നത്? 817 കോടി രൂപ കൊടുക്കാൻ കരാർ കൊടുത്തിട്ടുള്ള പണം പോലും ഇതുവരെയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ശരി, അവിടെ തീർത്തിട്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം സംസ്ഥാന സർക്കാർ 5495 കോടിയിൽ കേരള സർക്കാർ ഇതുവരെ ആകെ മുടക്കിയത് 884 കോടിയാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കുത്തി പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ പലരും പല വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. സിയാൻ രേജിയുടെ റിപ്പോർട്ട് വന്നു. സിയാൻ രേജിയുടെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തത കാണുന്നു എന്ന ഒറ്റ വാചകത്തിൽ കയറി പിടിച്ചുകൊണ്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് എന്താണ് ചെയ്തതെന്നറിയോ? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിനെ വട്ടം കറക്കാൻ, അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിയാൻ രേജി റിപ്പോർട്ടിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു ഈ പിണറായി വിജയൻ. എന്തിനാ? ഉമ്മൻചാണ്ടിയെ പൂട്ടിക്കെട്ടാൻ. അങ്ങനെ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് വന്നു. ആ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് പഠിച്ചു. ബിഡിനെ കുറിച്ച് പഠിച്ചു, ആളുകളിൽ നിന്ന് പഠിച്ചു, ഉദ്യോഗസ്ഥന്മാരെന്ന് മൊഴിയെടുത്തു. സമയം പൂർണ്ണമായി നമ്മൾ തർക്കത്തിൽ സമയം പോയതുകൊണ്ടാണ്. എന്തായാലും അതിൽ അഴിമതി ഇല്ല എന്ന് കണ്ടെത്തുകയാണ്. അത് അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. ശരിയാണ്, എന്റെ സമയം കഴിഞ്ഞു. ക്ഷമിക്കണം BR, 3 ക്ഷമിക്കണം. ഞാൻ ചർച്ച അവസാനിക്കുമ്പോൾ വിപിൻ ദാസ് തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആനിയാടി മാസമായതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഹാർബറിൽ നിന്നാണ് ഇപ്പോൾ അപ്പൻ കടലിൽ പോകുന്നത്. സാധാരണ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് കടലിൽ പണിക്ക് പോകാൻ ഇറങ്ങിയാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്രം തിരികെ വരുന്ന പതിവുള്ള അപ്പൻ ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഒഴിഞ്ഞ കൊട്ടുമാലുമായി വീട്ടുപടിക്കൽ നിൽക്കുന്നു. ഇന്നലെയും അങ്ങനെ തന്നെ കണ്ടെങ്കിൽ ഞാൻ വലിയ മൈൻഡ് കൊടുത്തിരുന്നില്ല. പതിവില്ലാതെ 2 ദിവസം എന്താണ് നേരത്തെ കടലിൽ നിന്ന് വരാൻ കാരണം എന്ന് ഞാൻ തിരക്കി. വിഴിഞ്ഞത്ത് കപ്പൽ വന്ന് കിടക്കുന്നത് കൊണ്ട് തീരക്കടലിലെ പാലുകളിലേക്ക് അടുക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഒരു കടൽ ചൊല്ലുണ്ട് നാട്ടിൽ: കപ്പൽ വരും പോകും, തുറയായി തന്നെ ഉണ്ടാകും, തുറയായി തന്നെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ലാൽസല ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ആശങ്കയുള്ള ജീവിതങ്ങൾ ഇപ്പോഴുമുണ്ട്. അതും പരിഹരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.